പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവജനത്തിനും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 28-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും പുതിയൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ, കർമ്മമണ്ഡലങ്ങൾ വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 20-ാം വാക്യം. പ്രൊവേർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കറിയാം, ഇന്ന് വിശ്വാസികളും അവിശ്വാസികളും, ക്രൈസ്തവരും അക്രൈസ്തവരും, സകല നാനാജാതി മതസ്ഥരും ആഗ്രഹിക്കുന്നത് നന്മയും അനുഗ്രഹവും ഭാഗ്യാവസ്ഥയുമാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യൻ ഓടി നടക്കുന്നത്. തന്മൂലം പലവിധ ദുർമന്ത്രവാദങ്ങളിൽ വരെ എത്തപ്പെടുന്നു. എവിടെയും പോയി മുട്ടുമടക്കുന്നു. ഏത് നേർച്ച കാഴ്ചയും എന്ത് കുറുക്കുവഴിയും അവലംബിക്കാൻ ഒരു മടിയുമില്ല. എന്നാൽ ഒരു വ്യക്തി നന്മ പ്രാപിക്കണമെങ്കിൽ, ഭാഗ്യപദവിയിൽ എത്തണമെങ്കിൽ, ഇതാ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. വളരെ ഗൗരവമായി ഇന്നത്തെ വാഗ്ദത്ത വചനം നാം ഏറ്റെടുക്കണം. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. ബ്രദർ സന്തോഷ് കോടുകുളങ്ങിയുടെ പ്രസംഗം കേട്ടാൽ, ലൈക്ക് അടിച്ചാൽ, കമന്റ് ഇട്ടാൽ നന്മ കണ്ടെത്തുകയില്ല. ഈ ലോകത്തിലെ ഏത് പ്രഗത്ഭരായ ദൈവദാസന്മാരുടെ സഭയുടെ വാക്കുകൾ കേട്ടാൽ, അനുസരിച്ചാൽ നന്മ കണ്ടെത്തുമെന്ന് വേദപുസ്തകം പറയുന്നില്ല. തിരുവചനം. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതൊക്കെ മാറിപ്പോകും. പ്രവചനപരവും ഭാഷാപരവും സകലതും നിന്നു പോകും. എന്നാൽ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ആര് പ്രമാണിക്കുന്നുവോ അവരാണ് നന്മ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നന്മ പ്രാപിക്കണം. ഭവനത്തിൽ, കുഞ്ഞുങ്ങൾക്ക്, കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന വിഷയത്തിന് നന്മ വേണം, വിടുതൽ വേണം, അനുഗ്രഹം വേണം. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി: ദൈവവചനം അതുപോലെ അനുസരിക്കുക. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ കുഴപ്പം, ഓരോ സഭകളും, ഓരോ വിശ്വാസികളും, ഓരോ ദൈവദാസന്മാരും, ഓരോ കൂട്ടായ്മകളും അവരവരുടെ പ്രത്യയ ശാസ്ത്രത്തിന് അനുകൂലമായ വേദപുസ്തകത്തിലെ കുറച്ചു ഭാഗങ്ങൾ, കുറച്ചു വാക്യങ്ങൾ, ചില പുസ്തകങ്ങൾ, ഇവ അടർത്തിയെടുത്തിട്ട് മനുഷ്യനെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ നിലയിൽ നയിക്കുകയാണ്. ഇന്ന് പകൽ ആർക്കും നമ്മൾ വശംവദരാകുവാൻ പാടില്ല. കാരണം നമുക്കറിയാം
200-ലധികം വർഷങ്ങളായി ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന സായിപ്പന്മാര് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ വന്ന് വാമൊഴിയായി പറഞ്ഞത് വരമൊഴിയാക്കി നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ നമ്മുടെ ഭാഷ പഠിച്ച് അച്ചുതണ്ട് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ നമ്മുടെ മലയാളം ബൈബിൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് നാം വായിച്ച് പ്രമാണിക്കണം എന്ന് സാരം. എന്നാൽ ഈ അതിരാവിലെ കൂട്ടത്തിലൊരു ചോദ്യം കൂടെ ഉന്നയിക്കുകയാണ്. പ്രിയ ദൈവജനമേ, കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഏറ്റവും നല്ല ബൈബിളൊക്കെ നമ്മുടെ ഭവനത്തിലുണ്ട്. ഈ ഏപ്രിൽ മാസം എത്ര പേർ ബൈബിൾ കൃത്യമായി വായിച്ചു? എത്ര പേർ ദിവസം തോറും ദൈവവചനം വായിക്കുന്നു? പ്രിയമുള്ളവരെ, ദൈവവചനം വായിക്കാതെയും കേൾക്കാതെയും എങ്ങനെയാണ് പ്രമാണിക്കുന്നത്? പ്രമാണിക്കാതെ എങ്ങനെയാണ് നന്മ പ്രാപിക്കുന്നത്? അതുകൊണ്ട് നന്മ ലഭിക്കണം എന്നത് ഏത് മനുഷ്യന്റെയും നിശ്ചയമായും ആഗ്രഹമാണ്, ലക്ഷ്യമാണ്. അതിന് ചെയ്യേണ്ടത് തിരുവചനം പ്രമാണിക്കണം. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് 2-ാം ഭാഗം പറയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം നിർവചനങ്ങൾ ഉണ്ട്. ഓരോ സന്ദർഭങ്ങളിൽ ഓരോ വിധങ്ങളിലായി ദൈവവചനം പറയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കും. അവർ അങ്ങനെ ചെയ്യുമായിരിക്കും, ഇവർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അവസാനം പ്രതീക്ഷ മാത്രം ബാക്കിയാണ്. അവരവരുടെ കാര്യം നോക്കി പോവുകയും ചെയ്യും. പിന്നീട് നാം ഇരുന്ന് ഇവരെയെല്ലാം കുറ്റം പറയുകയും ചെയ്യും. കുഴപ്പമാരുടേതാ? നമ്മുടേത് മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കേണ്ട വ്യക്തി മനുഷ്യരിൽ ആശ്രയിക്കും. അവർ തൻകാര്യം നോക്കി പോയിട്ട് ദൈവത്തെയും മനുഷ്യരെയും കുറ്റം പറഞ്ഞ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നു, സ്വസ്ഥത കളയുന്നു, പിശാചിന് ഇടം കൊടുക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ 2 കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നന്മ പ്രാപിക്കണം. നന്മ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? തിരുവചനം പ്രമാണിക്കുന്നതിലൂടെ. 2, ഭാഗ്യപദവിയിൽ എത്തണം. എങ്ങനെയാണ് ഒരുവൻ ഭാഗ്യവാനാകുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, കണ്ണുനീർ, ഭാരം, വേദന, പല പല വിഷയത്താൽ ഉണ്ടാകുന്ന നെടുവീർപ്പുകൾ, ഇവയൊക്കെ മാറുവാൻ, നന്മ പ്രാപിക്കുവാൻ തിരുവചനത്തിൽ പരിപൂർണമായും വിശ്വസിക്കാം. തിരുവചനത്തെ പ്രമാണിക്കാം. ഒരാളുടെയും വാക്കല്ല, ഒരാളുടെയും പ്രത്യയ ശാസ്ത്രങ്ങളുമല്ല, തിരുവചനം പ്രമാണിക്കാം. നമ്മുടെ ജീവിതം എല്ലാവരും നോക്കിയിട്ട് പറയുന്നു എത്രയോ വേദനാജനകമാണ്, എത്രയോ കഷ്ടമാണ്, പ്രയാസമേറിയതാണ്. എന്നാൽ അതിനെ അനുഗ്രഹമാക്കുവാൻ, ഭാഗ്യപദവിയിൽ എത്തിയെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ നമുക്ക് ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കാം. അങ്ങനെ
തിരുവചനം പ്രമാണിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും നന്മ പ്രാപിച്ച് ഭാഗ്യ പദവിയിലെത്തി കർത്താവിൻ്റെ നല്ല മക്കളായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സാക്ഷ്യത്തോടെയും ദൈവകൃപയോടെയും സന്തോഷത്തോടും കൂടെ ജീവിപ്പാൻ ജീവജലത്തിന്റെ ഓരോ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പുതിയ ഒരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഓരോ ദിനവും നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുന്നവരായി തീരുവാൻ, അതിന് ദൈവവചനം അതുപോലെ പ്രമാണിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ വചനം പറയുന്ന ഭാഗ്യപദവിയിലെത്തുവാൻ, ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം, ഈ പുത്തൻ ആഴ്ചവട്ടം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാ സ്വർഗീയ കൃപകളോട് ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദൈവവചനം പറയുന്ന നന്മയും ഭാഗ്യപദവിയും ഞാനും നിങ്ങളും പ്രാപിക്കണം. അതിന് ഒരു രൂപ പോലും മുടക്കണ്ട, ഒരു യാത്രയും ചെയ്യണ്ട, ഒരു കുറുക്കുവഴിയും വേണ്ട. നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന ദൈവവചനം പ്രമാണിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. മാത്രമല്ല, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. യാതൊരു പൊയ്മുഖങ്ങൾക്കും നാം പിടികൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക. നിശ്ചയമായും നമ്മുടെ ഇന്നിന്റെ സ്ഥിതികളൊക്കെ മാറും. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഭാഗ്യകരമായ പദവിയിൽ ധന്യതയോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിക്കാം. ദൈവത്തിന്റെ കൃപയും സമാധാനവും നാം ഏവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.